നമസ്കാരം. ഇന്നൊരു ഇടക്കാല വീഡിയോ അല്ലെങ്കിൽ ഇൻ്റർവ്യൂ വീഡിയോ ഇടാനുള്ള റീസൺ എന്ന് വെച്ചാൽ നമ്മൾ എപ്പിസോഡ് റിവ്യൂവിന് ചെയ്യുന്നതിന് മുന്നേ പറയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. കുറച്ച് മുന്നേ തന്നെ ചെയ്യേണ്ട വീഡിയോ ആയിരുന്നു. കുറച്ച് ലേറ്റായി പോയി. ഓഫീസിൽ നിന്നൊക്കെ എത്തിക്കഴിഞ്ഞതിന് ശേഷം സമയം കിട്ടി ഉടനെ ചെയ്യുന്നൊരു വീഡിയോ. അതായത് സായിയുടെ വൈഫ് വന്നിട്ടുണ്ടായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അല്ലേ. ഇത് രണ്ട് പോർഷൻ ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരും യോജിക്കുന്നൊരു ഭാഗം സായിയുടെ ആ ഒരു നായക്കുട്ടി മരിച്ചു എന്നുള്ളൊരു സംഭവം അല്ലേ. അത് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ 13 വർഷത്തോളം എൻ്റെ വീട്ടിൽ ചിന്നുകുട്ടി പറഞ്ഞിട്ട് എൻ്റെ സ്വന്തം കുട്ടിയെ പോലെ അന്ന് കല്യാണം കഴിഞ്ഞിട്ടില്ല, ഞങ്ങളെ കല്യാണം കഴിഞ്ഞിട്ടില്ല, നോക്കിക്കൊണ്ട് നടന്നിട്ടുള്ള എൻ്റെ കൂടെ തന്നെ കിടന്നുറങ്ങിയിട്ടുള്ള ഒരു ഡാഷണ്ട് ഉണ്ടായിരുന്നു. എനിക്ക് 13 വർഷം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ചിന്നുകുട്ടി പോയി കഴിഞ്ഞിട്ട് ഇപ്പോഴും ഞാൻ പറയുകയാണ്, ഇപ്പോഴും ഇവിടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചിന്നുകുട്ടി പോയി കഴിഞ്ഞിട്ട് 1.5 ആഴ്ച ഒരു 10 ദിവസത്തോളം എനിക്ക് മാനസിക രോഗി പോലെ കണ്ടീഷനാവുന്ന സിറ്റുവേഷനിൽ ഞാൻ വന്നിരുന്നത്. അത് ഞങ്ങളവിടെ അതിനെ സംസ്കരിച്ചൊക്കെ ആർക്ക് ചിലർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. സ്വർണ്ണമൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് അങ്ങനെ നമ്മളത് പ്രകാരം ഹിന്ദു ആചാരപ്രകാരമാണ് അതിനെ അങ്ങനെയാണ്. അത്രയും ഭയങ്കര അറ്റാച്ച്. അതോടുകൂടി ഞാൻ തീരുമാനിച്ചാൽ ഇനി കോടാനുകോടി രൂപ തന്നാലും ഇനി ഒരു നായക്കുട്ടിനെ ഞാൻ വാങ്ങില്ല. കാരണം നമുക്ക് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയിരിക്കും. കാരണം നമ്മളെ ലൈഫിൻ്റെ അത്ര ലൈഫ് സ്പാൻ അവർക്കില്ല. ഇങ്ങനെ പറയും, അവരുടെ ലൈഫിൽ സ്ഥിരമായിട്ടുള്ളൊരു വ്യക്തിയാണ് നമ്മളെ ലൈഫിൽ അവർ വന്നു പോവുകയാണ്. കുറച്ച് ഷോർട്ട് ലൈഫ് സ്പാനേ അവർക്ക് ഉണ്ടാവുള്ളൂ നായക്കുട്ടികൾക്ക്. ഈ ഡോഗ് ലവേഴ്സിന് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റും ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ആ ഒരു കാര്യം കൊണ്ട് ഇനി മേലാൽ ഞാൻ അങ്ങനെ ഒരു പരിപാടിക്ക് നിൽക്കില്ല എന്ന് തീരുമാനിച്ച കുട്ടികൾക്കൊക്കെ അത്രയും ഇഷ്ടം ഉണ്ടായിട്ടും. അപ്പോൾ സായി അത് പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഞാനും കരഞ്ഞു പോയി. ഇതോ കണ്ണിൽ വെള്ളം നിറഞ്ഞു പോയി. സീരിയസ് ആയിട്ട് ഞാൻ പറയാം. കാരണം സ്നേഹം പറയണം വിചാരിച്ചിട്ടല്ല, സ്നേഹം ഒരിക്കലും പറയണം വിചാരിച്ചിട്ടല്ല. പക്ഷെ സ്നേഹയുടെ ആ സിറ്റുവേഷൻ എനിക്ക് ശരിക്കും മനസ്സിലായി. കാരണം സായി പറയിപ്പിച്ചു. സ്നേഹയുടെ കണ്ണിന് കണ്ടാ അറിയാം എന്തുകൊണ്ട് പറഞ്ഞോ, എന്തായാലും ഇനി പറഞ്ഞില്ലെങ്കിൽ ഞാൻ അവിടെ വന്നിട്ട് ഇല്ലെങ്കിൽ പിന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് സായി അങ്ങനത്തെ ഡയലോഗൊക്കെ പറയണം. പിന്നെ സ്നേഹ പറയേണ്ടി വരികയാണ്, വന്നുപോയി. അല്ലാണ്ട് സ്നേഹം മനഃപൂർവ്വം പറഞ്ഞതല്ല, കളയണം വിചാരിച്ചിട്ടല്ല. ഒരു 2 ദിവസം മുന്നേ സ്വപ്നം കണ്ടു എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് വല്ലാണ്ട് നമ്മൾ അറിയുന്ന ആൾക്കാർ, അടുത്തുള്ള ആൾക്കാർ, ഇപ്പം ഇനി പെറ്റ്സിനെ സ്നേഹിക്കുന്നവർക്ക് അറിയാം. വല്ലാണ്ട് അടുത്തറിയുന്നവർക്ക് എന്താ അറിയോ, നമുക്കത് മനസ്സിൽ തന്നെ ഒരു ഇൻഡ്യൂഷൻ പോലെ ഒരു ഫീലിംഗ് പോലെ വരും. അതുപോലെ ഇവന് വന്നു എന്ന് പറഞ്ഞാൽ 2 ദിവസം മുന്നേ എണീറ്റ സമയത്ത് ആക്സോവും പിന്നെ മിക്കുവോ അങ്ങനത്തെ 2 പേരുള്ളൂ. അതിൻ്റെ പഴയ വീഡിയോസിലൊക്കെ ഇതായാലും. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇത് ഒരു കാര്യം അല്ലേ ഇത്, അത് സീരിയസ് ആയിട്ട്. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം. ഇന്ന് സായിയുടെ വൈഫ് വന്നിട്ടുള്ള സിറ്റുവേഷനും സായിയുടെ ഈ ക്യാരക്ടർ ചേഞ്ചും ഇന്ന് ആ ഹൗസിൽ നടന്നിട്ടുള്ള സംഭവവും ബിഗ് ബോസിൻ്റെ തന്നെ ഒരു ഗെയിം ചേഞ്ചിങ് മൂമെൻ്റ് ആയിട്ട് എനിക്ക് എന്തോ പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. നമുക്ക് ഇനി വരും ദിവസങ്ങളിൽ നോക്കാം. കാരണം വെച്ചാൽ ഞാൻ എന്താ പറയാൻ റീസൺ വെച്ചാൽ സായി എന്ന് പറഞ്ഞ വ്യക്തി കൂടുതൽ ജനഹൃദയങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. സീരിയസ് ആയിട്ട് ഇഷ്ടമായി തോന്നി. ഞാൻ മനസ്സിലാക്കിയത് കുട്ടിയുടെ ഏത് രീതിയിലാണ് മനസ്സിലാക്കിയെന്ന് അറിയില്ല. സായി ആയിട്ടാണ് അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നത്. സായി ശരിക്കും ഒരു പച്ചയായ മനുഷ്യനായിട്ടാണ് നിൽക്കുന്നത്. എൻ്റെ ഒരു തോന്നലാട്ടോ. കുറേ മൊബൈലിൽ നിന്നും അതൊന്നൊക്കെ മാറി നിന്നപ്പം സായി കുറെ ചിന്തിക്കുന്നുണ്ട്. സായി ശരിക്കും നല്ലൊരു മകനാണ്, നല്ലൊരു ഹസ്ബൻഡാണ്, നല്ലൊരു ബ്രദറൊക്കെയാണ്. അതൊക്കെ ആവണമെന്നും ആഗ്രഹമുണ്ട് തോന്നുന്നു. പക്ഷെ ചില സാഹചര്യങ്ങൾ ജീവിതത്തിൽ എല്ലാവർക്കും ഒരേപോലത്തെ ബാലൻസ് അവന്റെ കുറ്റമായിരിക്കും. എല്ലാ മക്കളുടെ കുറ്റാവില്ല. അതാ ഞാൻ പറഞ്ഞത്. എല്ലാവർക്കും ഇപ്പൊ ഒരുപോലത്തെ, ഇപ്പൊ എന്റെ ബാലൻസിന്റെ പോലെ ആവണമെന്നില്ല കുട്ടികളുടെ ബാലൻസ്. ആ ഡിഫറൻസ് ഉണ്ടാവില്ലേ? അപ്പോൾ ചിലപ്പോൾ സായിയുടെ സാഹചര്യം അങ്ങനെ ആയിട്ടായിരിക്കും സായിക്ക്. പക്ഷെ സ്നേഹം അതിൽ അങ്ങനെ ആവാണ്ട് സ്നേഹം ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഇന്ത്യനെ പുറത്ത് ഇങ്ങനെ എല്ലാം എക്സ്പോസ് ചെയ്യണ എന്നുള്ള രീതിയിലായിരിക്കും. സ്നേഹയുടെ ഭാഗത്ത് ശരിയുണ്ട്. പക്ഷെ സായി അങ്ങനെയല്ല ഇപ്പൊ ചിന്തിക്കുന്നത്. ശരിക്കും ബിഗ് ബോസിൽ പോയാൽ സായി ചെയ്യുന്ന പോലെ ചെയ്യേണ്ടത് തോന്നുന്നു. കാരണം എങ്ങനെയാണോ നമ്മള് അങ്ങനെ നിൽക്കല്ലേ നല്ലത്. അല്ലാണ്ട് ഞാൻ വലിയ സീക്രട്ട് ഏജന്റ് ആണ് പറഞ്ഞ മസിൽ പിടിച്ച് നടന്നാലൊന്നും ആർക്കും ഇഷ്ടാവൂല. തോന്നുന്നില്ല. ചില സമയത്ത് ഞാൻ അവിടെ പറഞ്ഞിട്ടില്ല ഇവന്റെ ആക്ടിങ് ആണോ എന്നൊക്കെ ചോദിച്ചിട്ടില്ല. അതല്ല തോന്നുന്നു. കാരണം എന്താ വെച്ചാല് യഥാർത്ഥത്തിൽ ഞാൻ ഈ ചങ്ങായിനോട് ഞാൻ സംസാരിക്കാറുണ്ട്. ഇവനോട് ഈ ആഴ്ചയിൽ 1-2 പ്രാവശ്യമൊക്കെ വിളിക്കലുണ്ട്. അപ്പൊ തന്നെ ഞാനോട് പറയില്ലേ ഇപ്പം പാവാണ്. ഞാൻ ഇങ്ങനെ പറയില്ലേ അതൊരു പാവാണ്, അതൊരു പൊട്ടറാണ്. ഞാൻ അങ്ങനെ പറയില്ല. ഞാൻ പൊട്ടൻ ഉദ്ദേശിച്ച് ആളോ പൊട്ടറാന്നല്ല, സാധുവാണ്. അപ്പൊ നമ്മുടെ നാട്ടിൽ അതൊരു സാധു അടി അറിയും. കാരണം വെച്ചാൽ എനിക്ക് അങ്ങനെയാണ് അവനെ ഫീൽ ചെയ്തിട്ടുള്ളത് കേട്ടോ. കാരണം വെച്ചാൽ ഒന്നാമത് മനസ്സിലൊന്നും നിൽക്കില്ല ചങ്ങായിൻ്റെ.
ഈ മനസ്സിലൊന്നും നിൽക്കാത്ത ആൾക്കാരുടെ ശുദ്ധ മനസ്സ് ഇതാക്കാനും. പിന്നെ ഇപ്പോൾ ആ താടിയൊക്കെ വെച്ച് കാറിൻ്റെ ഉള്ളിൽ വന്നിരുന്ന് സീക്രട്ട് ഏജൻറ്റ് കളിക്കുന്ന ഇപ്പം ഞാൻ തുറന്ന് പറയാം സീക്രട്ട് ഏജൻറ്റ് കളിക്കുന്നതാണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പം അവന് സമ്മതിച്ചു, എല്ലാവരും സമ്മതിച്ചു. ഈ സീക്രട്ട് ഏജൻറ്റ് കളിക്കുന്ന വ്യക്തി ഇതുവരെ, പക്ഷെ ഞാൻ ഇതിൽ ചെറിയൊരു ജോലിയായിട്ടാണല്ലോ. പിന്നെ ഈ ഒരു മേഖലയിൽ ഏറ്റവും ഹാർഡ് വർക്ക് ചെയ്യുന്ന വ്യക്തി അവൻ തന്നെയാണ്. അത് ഞങ്ങൾ പല ആൾക്കാരും സംസാരിച്ചിട്ടുണ്ട്. കാരണം 2-3 വീഡിയോസ് ഇടുന്ന സമയത്തും ഇത് ചില്ലറ പണിയൊന്നുമല്ല, ഇത് മൊബൈൽ നോക്കി കണ്ടു. കാരണം നമ്മൾ ലോകം കംപ്ലീറ്റ് മാറും, അത് അവൻ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇന്നത്തെ ഈ ഒരു സ്നേഹം വന്നിട്ടുള്ള സംഭവം കണ്ടിരുന്ന സമയത്ത് ഞാൻ ആദ്യം എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ ഫീൽ ചെയ്തത്. ടു ബി ഓണസ്റ്റ് വിധു, ഞാൻ ഇത് കണ്ട സമയത്ത് എന്താ ഫീൽ ചെയ്തറിയോ, ഇവൻ എന്താണ് ഈ കാണിക്കുന്നത്? കാരണം എന്താ വെച്ചാൽ ഓൾറെഡി ഇവൻ ഏറ്റവും കൂടുതൽ അവൻ്റെ ചാനലിലൂടെ, സീക്രട്ട് ഏജൻ്റ് ആയിട്ടുള്ള ചാനലിലൂടെ ഏറ്റവും കൂടുതൽ പറഞ്ഞിരുന്നത് സ്വകാര്യത പുറത്ത് കൊണ്ടൊന്ന് എക്സ്പോസ് ചെയ്യരുത്. എടുത്തു കഴിഞ്ഞാൽ അവൻ്റെ തന്നെ വേർഡിങ്സാണ്. അവൻ്റെ ചാനൽ വാച്ച് ചെയ്തവർക്കറിയാം, പുറത്തുള്ള ആൾക്കാരെടുത്ത് ഓഡിറ്റ് ചെയ്യും, അപ്പം നിങ്ങളിതൊക്കെ കേൾക്കേണ്ടി വരും, എന്തിനാണ് അത് ചെയ്യുന്നത് എന്ന് നിരന്തരമായിട്ട് ഒരു ദിവസം ഒരാളോടെങ്കിലും ചോദിക്കും. ഈ വ്ളോഗേഴ്സിനെയൊക്കെ ഭയങ്കര ഏറ്റവും കൂടുതലായിട്ട് ടാർഗറ്റ് ചെയ്തിട്ടുള്ള അവൻ്റെ കോണ്ടൻ്റാക്കി അവൻ മാറ്റിയിരുന്നതാണ്. അങ്ങനെ ഒരു വ്യക്തി അറിഞ്ഞുകൊണ്ട് തന്നെ അതിനുള്ളിൽ ചെന്ന് കഴിഞ്ഞിട്ട് നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് കൊത്തിപ്പറിക്കാനും ഡിസ്കസ് ചെയ്യാനുള്ള ഒരു കോണ്ടൻ്റാക്കി ഇട്ട് കൊടുത്ത് എന്തിനാടോ എന്ന് ചോദിക്കാൻ തോന്നി. ഓക്കെ, ശരിയാണ്, നല്ലൊരു കാര്യം സംഭവിച്ചു, അമ്മയോട് ശരിയായി, അമ്മയോട് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞേക്കണു. സ്നേഹം എന്ന് പറയുന്നത് വരുമ്പോൾ അത്ര വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞേക്കുമ്പോൾ ഞാനത് സ്നേഹം പറഞ്ഞു, ഈ അത്ര വലിയ ഇഷ്യൂ ഒന്നുമില്ല, ഒരു പക്ഷേ ചിലപ്പോൾ ലൈറ്റാക്കി എടുക്കുകയായിരിക്കാം, അതിനെ ലൈറ്റായിട്ട് വിടുകയായിരിക്കാം അല്ലേ. അച്ഛനായിട്ടുള്ള പ്രശ്നം, അച്ഛൻ്റെ സംസാരം അല്ലേ, നല്ലൊരു അച്ഛൻ പറഞ്ഞ ഒരു വാക്ക് ചിലപ്പോൾ നമുക്ക് ഭയങ്കര രസമായി, ഇഷ്ടപ്പെട്ടു. കാരണം മലപ്പുറത്തിൻ്റെ അല്ലേ, ഞങ്ങളൊക്കെ മലപ്പുറമാണ്, ഞങ്ങളും മഞ്ചേരി മലപ്പുറമാണ്. ചിലപ്പോൾ മറ്റുള്ള, പക്ഷെ അതിൻ്റെ കൂടെ പറഞ്ഞു കേട്ടോ, എല്ലാ ജില്ലക്കാരെയും റെപ്രസെൻ്റ് ചെയ്ത് വരുന്നത് അത് പറഞ്ഞു. നമുക്ക് നല്ല രീതിയിൽ സംസാരിച്ചു. ഏകദേശം എൻ്റെ ഒരു ഏട്ടനെ പോലെ തോന്നില്ല, അധികം പ്രായം തോന്നില്ല അല്ലേ. താടിയൊക്കെ വെച്ചിട്ട് പുള്ളി വന്ന് സംസാരിച്ചു. ഞങ്ങൾ കേട്ടിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട് സൈഡ് അച്ഛനാണ്, ഞങ്ങൾക്ക് അറിയാലോ ഇവിടെ ഉള്ളതൊക്കെ, അവരുടെ ഫാമിലിനെ കുറിച്ചൊക്കെ. അത് പോട്ടെ. അപ്പോൾ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുള്ള സമയത്ത് ഇത് തുറന്ന് ഇതിൻ്റെ ഉള്ളിൽ കൂടി പറയണോ എന്നുള്ള രീതിയിലാണ് ഞാൻ അത് ചിന്തിച്ചത്. സീരിയസ് ഇത് ചിന്തിച്ചിട്ട് ഞാൻ ഈ ചങ്ങായിനെ അങ്ങനെ എനിക്ക് സത്യം പറഞ്ഞ ഭ്രാന്ത്, എനിക്ക് പെട്ടെന്ന് നമുക്ക് ഇറിറ്റേറ്റഡ് ആയി ഭ്രാന്ത് പിടിച്ചു. പിന്നെ വല്ല ആവശ്യമുണ്ടോ അതൊക്കെ വന്ന് തുറന്ന് പറയേണ്ട കാര്യമില്ല, കാരണം പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഒരു ജീവിതമില്ലേ എന്നുള്ള രീതിയിൽ ഞാൻ സംസാരിച്ചു. പക്ഷെ അവൻ ആ പുറത്തിറങ്ങി കഴിഞ്ഞാൽ അവന് ജീവിതം വേണം അല്ല, മനസ്സിലായി. അപ്പം ഞാൻ ചോദിച്ചു എന്തിനാ ഞാൻ അങ്ങനെയാണ് ആദ്യം ചിന്തിച്ചത്. ഞാൻ ഇന്നെ തന്നെ ഞാൻ പറയണേ, ഞാൻ ഇന്നെ സ്വയം എക്സ്പോസ് ചെയ്യാന്ന് പറയാം. ഞാൻ അങ്ങനെയാണ് ആദ്യം ചിന്തിച്ചത്. ഈ പറയുന്ന കൂട്ടത്തിലാണ് ഇവൻ ഈ പട്ടികളുടെ നായുടെ മരിച്ചു പോയിട്ടുള്ള സംഭവം എടുത്തത്. ഇപ്പോൾ വളരെ മോശമായിട്ട് ആൾക്കാർ ഇതിന് കമൻറ്റ് ചെയ്യുന്നത് കണ്ടു കേട്ടോ, ഇവൻ്റെ ഈ സംഗതിനെ പറ്റി വളരെ മോശം. അത് ഈ ഉണ്ണിമൂന്തൻ, പഴയ ഉണ്ണിമൂന്തൻ ഇഷ്യൂ ഒക്കെ ഉള്ള ആൾക്കാരായിരിക്കാം ഉണ്ണിമൂന്തനെ സപ്പോർട്ട് ചെയ്യുന്നത്. ചില ആൾക്കാർക്ക് അങ്ങനെ പിന്നെ ആനിമൽസിനോടൊന്നും കൂട്ടേണ്ട, എല്ലാവർക്കും ഒരുപോലെ ഒന്നും ഇല്ല. ഈ ഒരു പട്ടിക്ക് വേണ്ടിയിട്ട് കരയണമെന്നൊക്കെ ചോദിക്കും. പക്ഷെ ഇന്ന് അവൻ്റെ ലൈവ് ഒരു മനുഷ്യൻ എന്നുള്ള കണ്ടീഷൻ, മനുഷ്യത്തുള്ള ഒരാൾ എന്നുള്ള രീതിയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ആ സങ്കടവും 100%. അതുകൊണ്ടാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഇത്ര ക്ലിയർ ആയിട്ട് പറയുന്നത്. ഇന്ന് സായിനെ ആരൊക്കെ ഈ നായയുടെ പ്രശ്നത്തിൽ സൈബർ ബുള്ളി ചെയ്യുന്നുണ്ടോ അത് കംപ്ലീറ്റ് PR ടീംസാണ് മറ്റുള്ളവരുടെ. ഓനെതിരെ അതിൻ്റെ ഉള്ളിൽ തന്നെ പറയണത് പഴയ ഉണ്ണിമൂന്തൻ ടീംസ് ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ അവനോട് ഹേറ്റഡ് ഉള്ളവരായിരിക്കും. അല്ലെങ്കിൽ ഒരു കാരണവശാലും അങ്ങനെ പറയാൻ തോന്നില്ല, കാരണം ആ ഒരു ഫ്ലോയിൽ അവൻ സംസാരിച്ചു. അവൻ എഡർ ചെയ്തൊക്കെ കണ്ടെന്നറിയും. ഈ കണ്ടിട്ടില്ലേ, എനിക്ക് അങ്ങനെ ഒരു രീതിയിൽ ഇങ്ങനെ സംസാരം വരും. എനിക്ക് അങ്ങനെ ശരിക്കും റിലേറ്റ് ചെയ്യാൻ പറ്റി. ഞാൻ ഓരോ വീഡിയോ കാണുമ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റി വേണം, വെറുതെ അല്ല കേട്ടോ, ഇത് ശരിക്കും പറ്റി. കാരണം കൂട്ടുകാരനൊക്കെ എഡറലൊക്കെ അവൻ്റെ കണ്ട സമയത്ത് പിന്നെ ഇപ്പൊ മൈക്കൂരി വലിച്ചെറിഞ്ഞു, ബിഗ് ബോസിന്റെ പ്രോപ്പർട്ടി പൊട്ടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഓൻ അത്രയധികം സ്നേഹിക്കുന്ന മൈക്ക് എറിഞ്ഞു പൊട്ടിക്കുള്ളൂ, തല അടിച്ചു പൊളിക്കാൻ തോന്നും. ഞാൻ ആലോചിക്കുന്നത് ആ മനുഷ്യൻ എന്നിട്ട് സ്നേഹയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോ ഒന്ന് ശരിയായി നോർമലായി ബിഹേവ് ചെയ്തത്. കാരണം സ്നേഹ കുടുങ്ങി, സ്നേഹയുടെ ഒരു അവസ്ഥ ഉണ്ടല്ലോ അപ്പത്തെ, അതാ ഞാൻ ആലോചിച്ചു. കാരണം സ്നേഹയ്ക്ക് തോന്നിയിട്ടുണ്ടാവും ഞാൻ ബിഗ് ബോസിനോട് എന്ത് പറയും, കണ്ടസ്റ്റൻസിനോട് എന്ത് പറയും, സ്നേഹയുടെ ഒരു അവസ്ഥ. കാരണം പറഞ്ഞു പോയില്ലേ, വന്നു പോയില്ലേ അവിടെ. കാരണം
കാരണം സ്നേഹ പറയേണ്ടി വന്നു പോയതാണ്. സ്നേഹയുടെ അപ്പത്തെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് ശരിക്കും വിഷമമായി. അപ്പം ഞാനും ആഗ്രഹിച്ചു സ്നേഹയ്ക്ക് വേണ്ടിയിട്ടെങ്കിലും സായി ഒന്ന് നോർമൽ ആവണേ, ഒന്ന് ശരിയാവണേ. അല്ലെങ്കിൽ സ്നേഹം ഭയങ്കര ബുദ്ധിമുട്ടല്ലേ, എങ്ങനെ നമ്മൾ പറഞ്ഞ ചുറ്റും മൈക്ക് എന്തെങ്കിലും ഒരു വിധത്തിൽ പിടിച്ചു വെച്ച് പറഞ്ഞിട്ട് നമുക്കൊന്ന് ഇതാക്കണം എന്നുണ്ടെങ്കിൽ പറ്റൂല. കാരണം ഒരു ഫ്രീഡം ഇല്ലല്ലോ, വല്ലാത്തൊരവസ്ഥയായിരുന്നു അത്. എന്നാലും സായി ഇപ്പൊ കുഴപ്പമില്ല, ഇപ്പൊ ഓക്കെ ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. പക്ഷെ സായി പറഞ്ഞിട്ടില്ലേ മഞ്ചേരി നിന്റെ മടിയിലിരുന്ന് വന്നവനാണോ എന്നൊക്കെ. മഞ്ചേരി മഞ്ചേരി ഞങ്ങളെ സ്ഥലമാണ് കേട്ടോ, അതുകൊണ്ടല്ല സ്ഥലത്തിന്റെ കൊണ്ടല്ല ഞാൻ പറഞ്ഞത്, സ്ഥലത്തിന്റെ കൊണ്ടല്ല, മഞ്ചേരിന്ന് അവന്റെ മടിയിലിരുന്ന് വന്നതാണ് എന്നൊക്കെ പറയുന്ന സമയത്ത് അത് പിന്നെ പെറ്റ് ലവേഴ്സിന് റിലേറ്റ് ചെയ്യാൻ പറ്റും. കുഞ്ഞു കുട്ടിയാകുമ്പോ കിട്ടിയതാണ്, അവനോടാണ് എല്ലാം ഷെയർ ചെയ്തിരുന്നത്, അത്ര പറഞ്ഞിരുന്നതൊക്കെ. അതൊക്കെ ഞാൻ എനിക്കറിയില്ല ഇത് ഒരാഴ്ച 1.5 ആഴ്ച ഞാൻ ലീവായിരുന്നു. എൻ്റെ നായക്കുട്ടിക്ക് ചിന്നുകുട്ടിക്ക് വയ്യാണ്ടായിട്ട് 1.5 ആഴ്ച ലീവ് എന്ന് പറഞ്ഞാൽ തിരിഞ്ഞു ഓട്ടല്ല. എന്നിട്ട് നിങ്ങൾ വൈകുന്നേരം വീട്ടിലേക്ക് വരാൻ തോന്നില്ല. എന്നിട്ട് ഇവർക്ക് ഞാൻ ഇല്ല കേട്ടോ, ഞാൻ കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ. എന്നിട്ട് ഇവർക്ക് അമ്മയ്ക്കും കുട്ടേട്ടനും അനിയത്തിക്കും, അച്ഛല്ലേ കുട്ടേട്ടനും, ഇവർ 3 ആളുമാണ്. അപ്പോൾ ഇവർക്ക് വയസ്സായി പറ്റാഞ്ഞിട്ട്, കുട്ടേട്ടനെ തീരെ കൺട്രോൾ ചെയ്യാൻ പറ്റാഞ്ഞിട്ട് ഇവർ ഗുരുവായൂർ പോയിട്ട് കുറേ ദിവസം ഗുരുവായൂർ നിന്ന് വീട്ടിലേക്ക് വരാൻ തോന്നില്ല. ഞങ്ങൾക്ക് ഇങ്ങനെ, കാരണം ഞങ്ങളെ വീട്ടിൻ്റെ ഉള്ളില, കൂട്ടിലല്ല, വീട്ടിൻ്റെ ഉള്ളിൽ എൻ്റെ കൂടെ കിടന്നിരുന്നു. ഞാൻ കുറച്ചൊക്കെ കെട്ടിയിരുന്നു. പിന്നെ എന്താ ഇങ്ങനെയെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് അന്ന് ഞാനും എന്താ കുറച്ച് അത്ര അറിയില്ലായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി ഈശ്വര ശരിയാണ്. ഈ പണ്ടിനോട് ചോദിക്കില്ലേ സ്വന്തം കുട്ടികളുണ്ടായാൽ, ഞാൻ ചോദിച്ചിട്ടുണ്ട്, കല്യാണത്തിന് മുമ്പ് ചോദിച്ചിട്ടുണ്ട്, കുട്ടീനെയാവോ ഈ ചിന്നുകുട്ടീനെയാവോ. അപ്പൊ ഇതിന് അറിയില്ലല്ലോ കുട്ടികൾ ഉണ്ടായ എങ്ങനെയാ കുട്ടികൾ എന്നുള്ളത് അറിയില്ലല്ലോ. അപ്പൊ പറയണേ അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ രണ്ടും ഒരുപോലെ എന്റെ ചിന്നുകുട്ടി കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്നൊക്കെ പറയുന്നു. സീരിയസ് ആയിട്ട് ഇപ്പോഴല്ല അങ്ങനെ ചോദിക്കരുത്. ഇത് ഞാനിപ്പോൾ ഇനി അയക്ക് പോകണ്ട, ഞാൻ എൻ്റെ നമ്മളിപ്പോൾ ഇതിൽ പറയുമ്പോൾ എന്താ പറയുക, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, ഇപ്പോഴും അതെ ചോദിച്ചാൽ അത് അങ്ങനെയാണ്. അല്ല കുട്ടികൾ വേറെ ഞാൻ പറയില്ല, പക്ഷെ അത് അങ്ങനെയാണ്, അത് ഇത് സ്നേഹിച്ചവർക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ അതൊന്ന്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. കാരണം ഇവൻ ഇത് പറയേണ്ട ആവശ്യമുണ്ടായിരുന്നു. അൾട്ടിമേറ്റ്ലി അവന് നല്ലൊരു ഈ ചങ്ങായിൻ്റെ ഇതിങ്ങനെയാണെന്ന് നമ്മൾ അറിഞ്ഞില്ല അല്ലേ, ആരും അറിഞ്ഞിട്ടില്ല. അത് ആരുടെ കേസും പല ആൾക്കാരുടെ ലൈഫിലും പല പ്രശ്നങ്ങളും ഉണ്ടായിരിക്കും. ഏതായാലും നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോട്ടെ അല്ലേ. പിന്നെ അച്ഛൻ വന്ന് സംസാരിച്ചപ്പോ നന്നായി, സായിക്ക് മനസ്സിലായി അച്ഛൻ നല്ലൊരു അച്ഛനാണ്. ഇവര് സംസാരിക്കാത്തതിന്റെ കുഴപ്പമാ തോന്നുന്നു. അവിടെ ഉള്ളവര് പറയുന്നുണ്ട് നിങ്ങൾ സംസാരിച്ചാൽ തീരുന്നതേലും സത്യമാണ്. ഇവരൊക്കെ സംസാരിച്ചാൽ മതി. അതാണ് ആദ്യം ചിന്തിച്ചത്, എന്തിനാ ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ അച്ഛനും മകനും സംസാരിക്കണം, അച്ഛനും മകനും പേഴ്സണലി സംസാരിച്ചൂടെ. ഇതൊരു പ്ലാറ്റ്ഫോം ആയി, നിമിത്തമായി അവസാനം ഞാൻ അവസാനം അങ്ങനെ ചിന്തിച്ചോട്ടോ. പക്ഷെ ഞാൻ ആദ്യമൊക്കെ എനിക്ക് ശരിക്കും ദേഷ്യം പിടിച്ചു. എന്തിനാണ് ഇതിയുടെ അച്ഛനും ഒരു പക്ഷേ ഓരോരുത്തർ അവനവൻ്റെ ഷൂസിൽ നിന്നിട്ടായിരിക്കും സംസാരിക്കുന്നത്. ഞാൻ എൻ്റെ ഒരു സിറ്റുവേഷനിൽ പറയാം, ഞാൻ എൻ്റെ അച്ഛനോടൊക്കെ എനിക്ക് 18 വയസ്സ് വരെ എൻ്റെ അച്ഛൻ ഉണ്ടായിട്ടുള്ളൂ കൂടെ. പക്ഷെ ഞാൻ ആലോചിക്കും നമ്മളങ്ങനെയാണല്ലോ, ഇപ്പം അങ്ങനെയാണ്. അപ്പോൾ ഓരോരുത്തർക്ക് ഓരോ ലൈഫാണ് അല്ലേ. അതെ, അതാ ഞാൻ പറഞ്ഞ എല്ലാ പാരൻസും ഒരുപോലെ ആവില്ല മക്കളോടുള്ള ബിഹേവിയർ. ഇപ്പം എൻ്റെ അച്ഛൻ എന്നോട് കാണിക്കുന്ന പോലെ ഒന്നും ആവില്ല വേറുള്ളവരുടെ, നമ്മൾ കണ്ടിട്ടില്ലേ, ഒക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്നറിയോ, അറിയില്ല എന്തായിരുന്നു എന്താണെന്ന് എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ. എന്തിനെ പറ്റിയാ ഉദ്ദേശിച്ചത്? അയ്യോ എൻ്റെ ഗുരുവായൂർ സായിൻ്റെ അച്ഛൻ, എൻ്റെ അച്ഛൻ, എൻ്റെ അച്ഛൻ ഒരു അച്ഛനല്ല. പോട്ടെ, ഇനി ഓർമ്മ വരുമോ? ഓർമ്മ വരുവാണെങ്കിൽ പിന്നീട് എഡിറ്റ് ചെയ്തിടണോ? വേണ്ട, സാറില്ല, എന്നാ പോട്ടെ. എന്തോ വലിയ കാര്യങ്ങൾ പറയാൻ തന്നിട്ടുണ്ട്. എന്നൊക്കെ ആ മുഖത്തുനിന്ന് ഞാൻ വായിച്ചെടുത്തു. പക്ഷെ എന്താ കാര്യം എന്നുള്ള എനിക്ക് വായിച്ചിട്ട് മനസ്സിലാവണില്ല. എന്തെങ്കിലും സ്വയം വല്ല തള്ളലോ വേറെ കൂടുതൽ അല്ല. ഞാൻ പറയാൻ വന്നത് എന്തായിരുന്നു, ഇപ്പൊ സായിയുടെ ഫാമിലിയിലുള്ളവർക്കൊക്കെ കുട്ടിയുടെ ഇത് പറഞ്ഞില്ലേ നേരിട്ട് സംസാരിച്ചാൽ പോരെ ഇതിലല്ലാണ്ടെന്ന്. പക്ഷെ സായിയുടെ ഫാമിലിയിലുള്ളവർക്ക് തന്നെ ചിലപ്പോൾ സായിനെ പറ്റി തെറ്റിദ്ധാരണ ഉണ്ടാവും. സായിനെ പഠിപ്പിച്ചവർക്ക്, സായിയുടെ കൂടെ ഉണ്ടായിരുന്നവർക്ക്, ഫാമിലിയിലുള്ളവർക്ക്, ഫ്രണ്ട്സിനല്ല. അപ്പൊ അവർക്കൊക്കെ ഇപ്പൊ ഈ ബിഗ് ബോസിലൂടെ സായിനെ കണ്ടിട്ട് മനസ്സിലാക്കാൻ പറ്റിയില്ലേ, നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലേ. അല്ല അത് എനിക്കും പിന്നീട് മനസ്സിലായി. ഞാൻ എന്താ അറിയോ, നമ്മളൊരു എനിക്ക് വലിച്ചു നീട്ടി പറഞ്ഞ സ്വഭാവം ഉണ്ട്. പിന്നെ മാത്രമല്ല ഞാൻ ചിന്തിച്ചു അവിടേക്ക് പോലെ ക്യാമറ അവിടേക്കൊന്നും ഇല്ല, എന്തൊക്കെയാന്ന് പറഞ്ഞത് അവിടേക്ക് പോയിരിക്കുക. പിന്നെ ഇങ്ങോട്ട് വാർത്തേക്ക് ഇങ്ങോട്ട് വാ അപ്പോളേ ഇത് ഇന്നെ മാത്രമേ കാണുള്ളൂ, ഇങ്ങോട്ട് വാ. അപ്പൊ എന്താ ഉദ്ദേശിച്ച്? അപ്പൊ ഞാൻ പറഞ്ഞെന്താ എന്തോ പറഞ്ഞു ഒക്കെ കൊള, ഇങ്ങോട്ട് വാ ഒക്കെ പോയി. പോട്ടെ, സംഗതി ഒന്നുമില്ല, പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ഇതിനെക്കുറിച്ചൊരു ദയവ് ഇത് സൈബർ ബുള്ളി ചെയ്യുന്നവർ മനസ്സിലാക്കുക. ഒരു ജീവിതം എന്ന് പറഞ്ഞ സംഭവത്തിൻ്റെ ബാക്കിലുണ്ട്.
ഒരു കാര്യം ബിഗ് ബോസിൽ ഗെയിം ചേഞ്ചിങ് ആണ്. സായി നോമിനേഷനിൽ വന്നാൽ ഔട്ടാവില്ല കേട്ടോ. പിന്നെ ബിഗ് ബോസ് ഒരു കളിയും കളിച്ചില്ല എന്നുണ്ടെങ്കിൽ സായി ടോപ്പ് 5 ഷുവർ ആണ് 100%. അതെ, ഇന്ന് അതൊരു നിമിത്തായി. പിന്നെ സ്നേഹയുടെ എൻട്രി അടിപൊളിയായിരുന്നു കേട്ടോ. ആ പാട്ടും അയ്യോ ഭയങ്കര നല്ല രസമുണ്ടായിരുന്നു. അതിന് എപ്പിസോഡിൽ കണ്ടോളൂ, നല്ല രസമുണ്ട്. ബിഗ് ബോസ് കപ്പിന് അടുത്തേക്ക് എത്തിയോ, മീൻസ് അടുത്തേക്ക് എത്തിയെന്നല്ല പറഞ്ഞത്. ഇതുവരെ സായിനെ കൺസിഡർ ചെയ്തിരുന്നില്ലല്ലോ. വോട്ടിന്റെ ബേസിൽ ഇനി സായിനെ കൺസിഡർ ചെയ്തൂടെ എനിക്ക് തോന്നുന്നുണ്ട്. കാരണം കൺസിഡർ ചെയ്യാൻ പറ്റുമോ എനിക്കറിയില്ല, പക്ഷേ ടോപ്പ് 5 ഞാൻ കൺസിഡർ ടോപ്പ് 5 കൺസിഡർ ചെയ്തു. ആ 5 നല്ല ഗെയിമും കിട്ടി, വോട്ട് കിട്ടിയ ജയിക്കോ? ബിഗ് ബോസ് കളിച്ചില്ലെങ്കിൽ ജയിക്കോ? എതിരെ നിൽക്കാൻ ആരാളുള്ളത്? ഈ പറഞ്ഞ ജിൻഡോ ജാസ്മിൻ ഇവർക്കൊക്കെ ഇത് ജിൻഡോ ജാസ്മിൻ ഫാൻസ് ഉണ്ടെങ്കിൽ കൂടി ഈ ചങ്ങായി അതിൻ്റെ ഉള്ളിൽ വാഴ എന്ന് പറഞ്ഞൊരു സംഗതി പറഞ്ഞുകൊണ്ടല്ലേ ഇതിന് ഫാൻസ് ഇല്ലാതിരുന്നത്. ഒരു നല്ല മനസ്സേറുന്ന സംഭവം ഇവന് ഉണ്ടായി എന്നുള്ളത് മനസ്സിലായോ? ഇതന്നെ, ഇതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. ഈ വീഡിയോ ഇന്ന് രാത്രി വരുന്നതാണ്. നാളെ നമ്മൾ അടുത്തൊരു വീഡിയോ ചെയ്യുമെന്നുള്ളതല്ലേ നോക്കാം നമുക്കല്ലേ, എപ്പിസോഡിന് ഇട്ടായിട്ട് കേട്ടോ. അപ്പോൾ ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാം. ഓക്കെ, ബൈ.